പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് പോകാൻ തയ്യാറാണെന്ന് കർണാടകത്തിലെ മന്ത്രി സമീർ അഹമ്മദ് ഖാൻ പറയുന്നു. സൂയിസൈഡ് ബോംബറാകാൻ തനിക്ക് അനുവാദം നൽകണമെന്നാണ് പ്രധാനമന്ത്രിയോട് ഈ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ವಿ ಆರ್ ಇಂಡಿಯನ್ಸ್, ವಿ ಆರ್ ಹಿಂದೂಸ್ತಾನಿ. ನಮಗೂ ಪಾಕಿಸ್ತಾನಕ್ಕೆ ಸಂಬಂಧ ಇಲ್ಲ, ನಮಗೂ ಪಾಕಿಸ್ತಾನಿಗೆ ಯಾವ ಸಂಬಂಧನೂ ಇಲ್ಲ. ಯುದ್ಧ ಮಾಡಬೇಕಂದ್ರೆ ರೆಡಿ. ಅದಕ್ಕೆ ನನಗೆ ಆಜೆ ಮಂತ್ರಿಯಾಗಿ ನಾನು ಕಳಿಸ್ತಾರಂದ್ರೆ ಹೇಳಿ ನಾನು ಹೋಗಲು ಸಿದ್ಧ. ನಾನೇ ಹೋಗ್ತೀನಿ ಅಲ್ಲಿ ಯುದ್ಧ ಮಾಡಬೇಕು ದೇಶಕ್ಕೋಸ್ಕರ. ನಡೀರಿ ಹೋಗ್ಬಿಡುವ, ನಾನು ಹೋಗ್ತೀನಿ ರೀ. ಬೇಕಾದರೆ ಸುಸೈಡ್ ಬ್ಯಾಗ್ ಹಾಕ್ತೀನಿ ನಾನು. ಓಪನ್ ನಾನು ಹೇಳ್ತಲ್ಲ, ಕೇಳಿಲಿ, ನಾನು ತಮಾಷೆಗೆ ನಾನು ಜೋಶಲ್ಲಿ ಹೇಳ್ತಾ ಇಲ್ಲ. ಈ ದೇಶಕ್ಕೋಸ್ಕರ ನನ್ನ ಗತಿ ಇದ್ದರೆ ಸುಸೈಡ್ ಬ್ಯಾಂಕ್ ನರೇಂದ್ರ ಮೋದಿ ಅವರು ಅಮಿತ್ ಶಾ ಕೊಳ್ಳಿ, ಅಲ್ಲ ಮೇಲೆ ಆಣೆ, ದೇವ್ರ ಮೇಲೆ ಆಣೆ ಕಟ್ಕೊಂಡು ನಾನು ಪಾಕಿಸ್ತಾನ ಹೋಗ್ತೀನಿ. ഭരണത്തിലിരിക്കുന്ന മന്ത്രി സൂയിസൈഡ് ബോംബറാകാമെന്നുള്ള ഓഫറൊക്കെ തന്നെ ഭരണഘടനയ്ക്ക് അനുസൃതമാണോ എന്നറിയില്ല. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഏത് സാഹചര്യത്തിലാണ് മന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്? ആർക്ക് മുന്നിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു ആത്മത്യാഗം ചെയ്യാൻ തയ്യാറാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്? എസ് കെ, ഇന്നലെയാണ് ഒരു വാർത്താ സമ്മേളനം മന്ത്രി വിളിച്ചു ചേർത്തത്. മറ്റു പല വിഷയങ്ങളും അതിലുണ്ടായിരുന്നു. അതിൻ്റെ അവസാന ഭാഗത്താണ് മന്ത്രി ഈ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ഇപ്പോഴത്തെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പറഞ്ഞത്, താൻ പാകിസ്ഥാനുമായി നമുക്ക് ഒരു ബന്ധവുമില്ല, പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്, അതുകൊണ്ട് പാകിസ്ഥാനെതിരായ യുദ്ധത്തിന് താൻ തന്നെ മുന്നിൽ പോകാം, ഞാൻ അങ്ങോട്ട് പോകാം, പാകിസ്ഥാനിലേക്ക് പോകാം, അവരെ ആക്രമിക്കാം, യുദ്ധത്തിന് ഞാൻ തന്നെ ഇറങ്ങാം എന്നതാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല, ഒരു സൂയിസൈഡ് ബോംബറായി പോകാൻ താൻ തയ്യാറാണ് എന്നതാണ്. ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ താൻ തയ്യാറാണ്. അതിനുള്ള അനുവാദം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ നൽകണം എന്നതാണ്. നൽകിയാൽ താൻ ഉറപ്പായും പോകും എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഇടയ്ക്ക് ഈ പ്രഖ്യാപനം കേട്ടപ്പോൾ അതിനിടയ്ക്ക് സദസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ ചിലരൊക്കെ തന്നെ ചിരിക്കുകയും മറ്റും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ തമാശ പറയുകയല്ല, ഇത് കാര്യമായി തന്നെ ഞാൻ പറഞ്ഞതാണ്, താൻ പോകാൻ തയ്യാറാണ്, പാകിസ്ഥാനെതിരായ യുദ്ധത്തിന് സൂയിസൈഡ് ബോംബറാവാൻ താൻ തയ്യാറാണ്, തമാശയായി പറഞ്ഞതേ അല്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞാണ് ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും മന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം അതെന്തായാലും ആ തരത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു വികാരമാണ് അദ്ദേഹം ഈ തരത്തിൽ പ്രകടിപ്പിച്ചത്. എസ് കെ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഭരണഘടന അനുസൃതമായിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനം നടത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നടത്താൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.